നമസ്കാരം, ഞാൻ ഡോക്ടർ നസീറ. പുരുഷ ശരീരത്തിലെ പ്രധാന ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ പ്രത്യുൽപാദനത്തിനും മസിലുകൾ രൂപപ്പെടുന്നതിനും രോമ വളർച്ചയ്ക്കും നല്ല രീതിയിലുള്ള സെക്ഷുവൽ ലൈഫിനും വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് നോർമലായി നിലനിർത്തുക എന്നത് ഏതൊരു പുരുഷൻ്റെയും ജീവിതത്തിലെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ടെസ്റ്റോസ്റ്റിറോൺ അളവ് നോർമലായി നിലനിർത്തണം എന്ന് പറയാൻ കാരണം? ഈ ഹോർമോണിന്റെ അളവിലുണ്ടാകുന്ന വ്യതിയാനം പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ലൈംഗിക ഹോർമോൺ എന്നറിയപ്പെടുന്ന ഈ ടെസ്റ്റോസ്റ്റിറോൺ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. ശരീരത്തിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട പല സിംറ്റംസും കാണിക്കാൻ തുടങ്ങും. ഓസ്റ്റിയോപോറോസിസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാം. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകാം. ലൈംഗിക താല്പര്യക്കുറവ് ഉണ്ടാകാം. ലോ എനർജി അല്ലെങ്കിൽ എപ്പോഴും ഒരു തളർച്ച പോലുള്ള അവസ്ഥ, അതുമായി ബന്ധപ്പെട്ട ചില മൈൻഡ് റിലേറ്റഡ് ബുദ്ധിമുട്ടുകളാണ് കോൺസെൻട്രേഷൻ കുറയുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇറിറ്റബിലിറ്റി അല്ലെങ്കിൽ ആങ്കർ ഇഷ്യൂസ്, അതുപോലെ ഡിപ്രഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ കൊണ്ട് സംഭവിക്കാം. ഈ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എങ്ങനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാം എന്നും അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നോർമലായി നിലനിർത്താൻ കഴിയുക എന്നുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വ്യായാമം. സ്ക്വാറ്റ് അല്ലെങ്കിൽ ഡെഡ് ലിഫ്റ്റ് ഇതുപോലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ കാലിലെ മസിലുകൾ വളരുന്നതിനും അതുപോലെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിനും വളരെ സഹായകമായിട്ടുള്ള ഒന്നാണ്. രണ്ടാമത്തെ കാര്യം അമിതവണ്ണം. ഇൻസുലിൻ നിയന്ത്രണം കാരണം ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി ടെസ്റ്റിക്കുലാർ എക്സസിന്റെ തകരാറുകൾ കാരണവും ഇത് സംഭവിക്കാം. അമിതവണ്ണം കുറയാനുള്ള ഡയറ്റുകൾ ക്രമീകരിക്കുന്നതിലൂടെയും ശരീരത്തിന്റെ അനക്കത്തിനനുസരിച്ചുള്ള കലോറി മാത്രം ഭക്ഷണത്തിലൂടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നതിലൂടെയും അമിതവണ്ണം കൊണ്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ ബുദ്ധിമുട്ടുകൾ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. ഇതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യമാണ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ധാരാളമായി ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത്. കീറ്റോജനിക് ഡയറ്റ് അഥവാ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ്, കുറഞ്ഞ അളവിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഫാറ്റ് നന്നായി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെയും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് നോർമൽ നിലനിർത്താൻ കഴിയുന്നതാണ്. നാഷണൽ ഹെൽത്ത് ആൻഡ് എക്സാമിനേഷൻ സർവേ എന്ന് പറയുന്ന ഒരു സർവേ നടന്നതിലൂടെ പുരുഷന്മാരുടെ ഭക്ഷണ രീതിയും ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ ഉൽപ്പാദനവും തമ്മിൽ ബന്ധമുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ വ്യതിയാനങ്ങൾ ശരിയാക്കാൻ വേണ്ടി കഴിയും. അടുത്തതാണ് സ്ട്രെസ് മാനേജ്മെന്റ്. ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള സ്ട്രെസ്, അത് ജോലി സംബന്ധമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തി ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ആണെങ്കിലും അല്ലെങ്കിൽ ദൈനംദിന പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള എല്ലാ സമ്മർദ്ദങ്ങളും അങ്ങനെ നിരന്തരമായി ഉണ്ടാവുകയാണെങ്കിൽ അതും ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനത്തെ കാര്യമായി ബാധിക്കാം. അതുകൊണ്ട് തന്നെ സ്ട്രെസ് നന്നായി കൈകാര്യം ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനത്തെ ബാധിക്കാതെ നോക്കാൻ കഴിയും. സ്ട്രെസ് ആൻസൈറ്റി ഒക്കെ കുറച്ച് നല്ല ഉറക്കം കിട്ടാനും അതുപോലെ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉൽപ്പാദനം കുറയുന്നത് തടയാനൊക്കെ വളരെ നല്ലൊരു ഹേർബാണ് അശ്വഗന്ധ എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് ക്വാളിറ്റി സ്ലീപ്പ്. നല്ല ഉറക്കം ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യത്തിനും വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണെന്ന് നമുക്കൊക്കെ അറിയാം. ഒരു ദിവസം 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം കിട്ടണം. അതല്ലാതെ അതിൽ ഒരു 4-5 മണിക്കൂറായി അത് ചുരുങ്ങുന്നതിനനുസരിച്ച് ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉൽപ്പാദനം 15% കുറയാൻ ചാൻസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ബെഡ് ടൈമിന് 2 മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീൻ ടൈം ഒഴിവാക്കുകയും അതുപോലുള്ള ഉറക്കവുമായി ബന്ധപ്പെട്ട നല്ല ഉറക്കം കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉറക്കക്കുറവ് കാരണം ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്താതെ നോക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്ലാസ്റ്റിക് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് അല്ലെങ്കിൽ ചൂടാക്കുന്നത്, ഇതൊക്കെ ഒഴിവാക്കുക. സ്റ്റോർ ചെയ്യുന്നത് ഇതൊക്കെ ഒഴിവാക്കുക. ക്യാനിൽ അല്ലെങ്കിൽ ടിന്നിൽ വരുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുകയും BPP അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പരിധിവരെ നമുക്ക് ഇതുപോലുള്ള കെമിക്കൽസ് ശരീരത്തിലേക്ക് എത്തുന്നത് തടയാൻ കഴിയും. ഇനി ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്തതായി ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തേന്. തേനിൽ അടങ്ങിയിട്ടുള്ള ബോറോൺ എന്ന ധാതു ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രവർത്തനത്തെ കൂടുതൽ
കൂടാതെ ശക്തമായ പേശികളും അസ്ഥികളും ഉണ്ടാകുന്നതിനും ഇത് വളരെ സഹായകമാണ്. രണ്ടാമത്തേതാണ് ചീര. വൈറ്റമിൻ B6 ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചീര. അതുകൊണ്ട് തന്നെ ചീര കഴിക്കുന്നതും ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടി വളരെ സഹായകമാണ്. ഇതൊക്കെ ഒരു 30 കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് ടെസ്റ്റോസ്റ്ററോണിന്റെ അളവിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസം വരിക, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ശരിയാക്കാൻ വേണ്ടി കഴിയാം. എന്നാൽ ഒരു 30 വയസ്സാകുന്നതിന് മുമ്പേ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവിൽ വല്ലാതെ വ്യത്യാസം വരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുവെങ്കിൽ അതിന് ഇതോടൊപ്പം തന്നെ മരുന്നും കഴിക്കേണ്ടതായിട്ട് വരും. ഈ ഒരു ഹോർമോണിന്റെ പ്രവർത്തനം പ്രത്യുൽപാദനത്തിനും ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല മറ്റു ഒരുപാട് കാര്യങ്ങളെ പ്രവർത്തനത്തിനും കൂടെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ അളവ് നോർമലാക്കി നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താങ്ക് യു.